ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാപ്പർ വേടൻ റാപ്പറിനകത്ത് നിന്ന് ഒരു പി കുറയ്ക്കേണ്ട അവസ്ഥയിലോട്ട് ഏതാണ്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. റാപ്പർ വേടനെതിരെ ഒരു പീഡന ആരോപണം വന്നിട്ടുണ്ട്. FIRനകത്ത് 2021 തൊട്ട് 2023 വരെയുള്ള കാര്യങ്ങളുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന കാര്യമല്ല. ഈ ഒരു കേസ് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗവും തെറ്റുണ്ട് എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ശരിയും തെറ്റും മാറിയും മറിഞ്ഞിരിക്കും. സ്വന്തം എനിക്കിനകത്ത് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. 2021 ജൂൺ 2 ഒന്ന് പോകാം. വുമൺ എഗനിസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വേടനെതിരെ ഒരു പോസ്റ്റ് അന്ന് പ്രത്യക്ഷപ്പെട്ടു. പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. കാര്യം ഇതൊക്കെ ആയിട്ട് ഈ സാധനത്തിൽ ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോസ്റ്റ് വായിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് സംഭവം വായിക്കാം. വേടൻ എന്ന റാപ്പറിനെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവച്ചിരിക്കുന്നു. ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു കലാകാരനായതുകൊണ്ടും കുറെ ആരാധകർ ഉള്ളതുകൊണ്ടുമാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യം പറയുന്നത്. വേടനുമായി ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ താഴെ പറയുന്ന മോശാനുഭവങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ വേടനുമായിട്ട് ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾക്കുണ്ടായ മോശാനുഭവങ്ങളാണ് താഴെ ഇനി പറയാൻ പോകുന്നത്. സ്കോട്ട് ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ചോദിക്കുക. മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക. ഉമ്മ വെക്കാൻ പോലും താല്പര്യമില്ല എന്ന് പല തവണ വ്യക്തമാക്കിയതിന് ശേഷവും, ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. സെക്ഷലായ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക. സെക്സ് ചെയ്യുമ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞാലും അത് നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തുടരുക. തങ്ങൾ തമ്മിൽ സെക്സ് നടന്നിരുന്നുവെന്ന് കൂട്ടുകാരോട് കള്ളം പറയുക. സെക്ഷൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തെറ്റായ കഥകൾ സൗഹൃദ വലയങ്ങളിൽ പ്രചരിപ്പിക്കുക. സോ ഇങ്ങനായിരുന്നു 2021 വന്ന ആ ഒരു പോസ്റ്റ്. ഡേറ്റ് ഇവിടെ നോക്കണം, ജൂൺ 2 ഓക്കെ, ജൂൺ 2. ഈ ഒരു പോസ്റ്റ് വൈറലായതിനെ തുടർന്ന് വേടൻ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ അന്ന് ഏതാണ്ട് 100-101K ഫോളോവേഴ്സ് വേടൻ ഉണ്ടായിരുന്നു. ഒരു സോറിയുമായിട്ട് വന്ന്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു സാധനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഇവൻ അതിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനി ആവർത്തിക്കില്ല എന്നുമാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. വേണമെങ്കിൽ ഞാനതൊന്ന് വായിക്കാം, അതുകൂടെ കേട്ടോ. എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ. പിന്നീട് ഇവൻ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ഒക്കെ ചെയ്തു, അത് വേറെ കാര്യം. എന്താണെങ്കിലും ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. എന്നെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കണ്ടിരുന്ന സ്ത്രീകളോടുള്ള എന്റെ പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത ഖേദവും ആത്മനിന്ദയും പശ്ചാത്താപവും തോന്നിക്കുന്നുണ്ട്. ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരണ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സ്ത്രീകൾക്ക് മോശാനുഭവങ്ങളുടെ തുടർച്ചയായതിലും ഇന്ന് ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. എന്റെ നേർക്കുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞാൻ താഴ്മയായി ഉൾക്കൊള്ളുകയും നിലവിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിർവ്യാജമായി മാപ്പ് പറയുകയും ചെയ്യുന്നു. വിച്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്തു എന്ന് അവൻ ഈ ഒരു പോസ്റ്റിനകത്തൂടെ തന്നെ സമ്മതിക്കുന്നുണ്ട്. വരും കാലത്തിൽ ഇത്തരത്തിലുള്ള വിഷമതകൾ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്നും മറ്റൊരാൾക്ക് നേരെയും ഉണ്ടാകാതിരിക്കാൻ പൂർണ്ണമായും ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ഒരു മാറ്റം എന്നിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സോ അന്ന് ഇവനെതിരെ ഇങ്ങനൊരു മീറ്റു ആരോപണം വന്ന സമയത്ത് ഇദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ആണിത്. ഇതിനിവിടെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി നമുക്ക് ഇവനെതിരെ ഇന്ന് വന്ന ആ ഒരു കേസിലോട്ട് വരാം. ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇതിന്റെ ആ ന്യൂസ് ഞാനും ഇവിടെ നിന്ന് വെക്കാം. തൃക്കാക്കര പോലീസ് 531/2025 ഇന്ന് പുലർച്ചെ രജിസ്റ്റർ ചെയ്ത FIRൽ ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴിയും അതിലെ പരാതിയിലെ വിശദാംശങ്ങളും ഇങ്ങനെയാണ്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. FIRനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന എപ്പോഴാണ്? 2021 ജൂൺ 2. ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്. വിച്ച് മീൻസ് ഇത്രയും ആരോപണം വന്നു, അവൻ അതിനൊരു മാപ്പുമായി വന്നു. അത് ഇൻസ്റ്റാഗ്രാം പേജിലാണ്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇവരുമായി പരിചയപ്പെടുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടി ഡോക്ടറാണെന്ന് പറയുന്നു. ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആണ്. സോ ഇവനെ നിരന്തരം അതിനകത്ത് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അതുവഴിയാണ് ഇവര് പരിചയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനത്തെ കുറച്ച് വൈകൃതങ്ങൾ ഉണ്ടെന്ന് അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെല്ലാം ഈ പെൺകുട്ടി അറിവോടുകൂടി ആയിരിക്കണം ഇവന്റെ അടുത്ത് പോയി പരിചയപ്പെട്ടത്. മനസ്സിലായോ? ബാക്കി കേൾക്കാം.
വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി, തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് 2021 ഓഗസ്റ്റ് മാസം കോഴിക്കോട് ഈ പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ ചെന്നു. അവിടെ വെച്ചിട്ടാണ് ഇവർ ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ പരിചയപ്പെടുന്നു, ഓഗസ്റ്റ് മാസത്തിൽ തന്നെ മീറ്റ് ചെയ്യുന്നു. 1 മാസത്തെ പരിചയം പോലും ഇവർ മീറ്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിലില്ല. അത് ഈ ഒരു FIRൽ നിന്ന് വ്യക്തമാണ്. അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ബാക്കി കേൾക്കാം. താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡ് ഇട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് ഫ്ലാറ്റിൽ എന്ത് ചെയറൊന്നും ഉണ്ടായിരുന്നില്ലേ, തറയിൽ ബെഡ് ഇട്ടിരിക്കുന്നത്? എന്റെ വീട്ടിലോട്ട് അതും ആദ്യമായി കാണുന്ന ഒരു വ്യക്തി വരികയാണ്. അത് തറയിൽ ബെഡ് ഇട്ടിരിക്കണമെങ്കിൽ അത്രയും സൗഹൃദം അല്ലെങ്കിൽ അത്രയും ഒരു ഇത് ഉണ്ടായിരിക്കണം അല്ലേ? അത്രയും ഒരു ഫ്രീഡം ഉള്ളവരടുത്ത് നമ്മൾ അങ്ങനെ തറയിലൊക്കെ ബെഡ് ഇട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരിക്കും? വല്ല കോഫി ഷോപ്പിലോ അല്ലാതുള്ള കാര്യങ്ങൾ. ഇത് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അതും തറയിൽ ബെഡ് ഇട്ടാണ് ഇരുന്നേക്കുന്നത്. ഇനി വട്ടത്തിരുന്ന് മറ്റേ വലിപ്പരിപാടി ഉണ്ടായിരുന്നോ ഒന്നും അറിയത്തില്ല. അതൊന്നും FIRനകത്ത് എന്തായാലും പറയുന്നില്ല. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. തറയിൽ ബെഡ് ഇട്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമതിയില്ലാതെ ചുംബിച്ചു. അത് കഴിഞ്ഞ് വേടൻ ഇവരെ അത് ചെയ്തു എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഇവിടെ ഇവന് ഒരു കുരുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഇതിനകത്ത് പറയുന്നത് ഇവർ ഇത് ആദ്യം കാണുമ്പോൾ ഉള്ള ഇവന്റെ ആദ്യത്തെ ബിഹേവിയർ ആണ്. നമ്മൾ മുൻപ് വായിച്ച ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ഇവൻ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടെന്ന് വ്യക്തമാണ്. ആ പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്, ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടികളുടെ അടുത്ത് തന്നെ ഇവൻ ഈ ഒരു തരത്തിൽ പെരുമാറുന്നുണ്ടെന്ന് അല്ലേ? അതിനുശേഷം ഇവൻ മാപ്പ് പറഞ്ഞ് വന്നെങ്കിലും അവൻ സ്റ്റിൽ അത് തുടരുന്നു എന്നാണ് അതിന്റെ ഒരു വേറൊരു മീനിങ്. വിച്ച് മീൻസ് മാപ്പ് പറഞ്ഞ് വന്ന പോസ്റ്റ് ഫേക്ക് ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കണം അത് അപ്പൊ തന്നെ മുക്കിയത്. ആ പോസ്റ്റിനകത്ത് നമ്മുടെ പാർവതി തിരോത്ത് തന്നെ ലൈക്ക് ഒക്കെ ചെയ്ത് പാർവതി തിരോത്തിന് കുറെ കയറിയതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൺസെന്റ് ഇല്ലാതെ അന്ന് ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് ഇവൻ ചിലപ്പം കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യക്തമായ കൺസെന്റ് കൂടി തന്നെയാണ് നടന്നിരിക്കുന്നത്. അതും കൂടെ ഞാൻ വെക്കാം. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. മാത്രം കൺസെന്റ് ഇല്ലാതെ തന്നെ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയോടൊപ്പം 3 ദിവസം ആ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തൊരു തരത്തിലുള്ള ബന്ധമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിനെ ഒരു പ്രണയമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനകത്ത് കുറെ ടൈപ്പ് ഓഫ് ബന്ധങ്ങളുണ്ട്. ബെസ്റ്റീന്നോ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നോ. സോ അത് എന്ത് ബന്ധമാണെന്ന് നമുക്ക് അവർക്കേ അറിയത്തുള്ളൂ. അത് ഏത് കൈൻഡ് ഓഫ് ബന്ധമായിരുന്നു. പിന്നീട് പറയുന്നുണ്ട് ഇവർ തമ്മിൽ പ്രണയബന്ധമായിരുന്നു. പക്ഷെ എന്നാൽ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് പ്രണയബന്ധമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പ്രണയബന്ധം ആയിരുന്നെങ്കിൽ അനുമതി ഇല്ലാതെ കയറി പിടിച്ചു ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് മേ ബി അവർ പറയത്തില്ലായിരിക്കും. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വളച്ചൊടിച്ച് എഴുതി വെച്ചേക്കുന്ന പോലെ, FIRനകത്ത് എഴുതി വെച്ചേക്കുന്ന പോലെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ പിന്നീട് 5 സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല, കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് പീഡനം എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്യുവർ കൺസെന്റോട് കൂടി ചെയ്ത കാര്യമാണ്. മേ ബി ഫസ്റ്റ് അപ്രോച്ച് കൺസെന്റോട് കൂടി ആയിരിക്കത്തില്ല. അത് കഴിഞ്ഞ് അവർ കൺസെന്റോട് കൂടി ചെയ്തു. ഇതിനെ എങ്ങനെ ഒരു പീഡനം എന്ന് വിളിക്കാൻ പറ്റും? ഇനി 2022 മെയ് 30 നടന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് നടന്ന അതുകൂടെ കേൾക്കാം. 2022 മെയ് 30 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് യുവതി പറയുന്നത്. അതായത് അന്ന് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വേടൻ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത്. അന്ന് തന്നെ വേടൻ പറഞ്ഞത് വേടൻ പച്ചല മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നാണ്. ഇതിനകത്ത് എന്ത് മരുന്നാണോ എന്തോ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മാത്രമല്ല ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് ഈ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മരുന്നടിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു. അവിടെയും ഈ ബലാത്സംഗം എന്നാണ് പറയുന്നത്. അതിനകത്ത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നതിന്റെ റീസൺ, ഒന്നാമത്തെ കാര്യം ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ സ്വയബോധം കാണത്തില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നിലവിളിച്ചാൽ തന്നെ അതൊരു ആനന്ദമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യം വായിച്ച ആ ഒരു പോസ്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ കലാപരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദനിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും നിർത്താതെ ചെയ്യുന്ന ഒരുത്തനാണെന്ന് വ്യക്തമായ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം മുറിയാനുള്ള ഒരു റീസൺ ഇതാണോ? അല്ല, ഇവന്റെ ഈ ഒരു വൈകൃതമായിട്ടുള്ള സ്വഭാവമല്ല. കാര്യം ഇതിന് ശേഷവും ഈ പെൺകുട്ടി ഇവന്റെ
പുറകെ പോയിട്ടുണ്ട്. ബാക്കി കേൾക്കാം. തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ 2023 ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. സോ 2022 അങ്ങനെ ഒരു അതിക്രമം നടന്നതിന് ശേഷം 2023 കഴിഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ബന്ധം തുടരുന്നു. 2023 ജൂലൈയിലാണ് വേടൻ ഇവരെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നൽ തോന്നിയത്. ബാക്കി കേൾക്കാം. ായിട്ടും പറയുന്നത് കൊച്ചി ലേമർഡിയനിൽ വെച്ച ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു. അതില് താനൊപ്പം ഉണ്ടായിരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളായ അഖിൽ, നിസാബുദ്ദീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കോൺസെർട്ട് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തങ്ങൾ വന്നു. പക്ഷെ അതിനുശേഷം വേടൻ വളരെ വൈകിയാണ് വന്നത്. അതിനുശേഷം വന്നു തന്നോട് പറഞ്ഞത്, നീ വളരെ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളയാളാണ്, പക്ഷെ നീ അതിനൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണ്. എനിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നോട് പരുഷമായി സംസാരിച്ചുകൊണ്ട് വേടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. നമുക്ക് സംസാരിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് താൻ പറഞ്ഞെങ്കിലും താൻ പിന്നാലെ പോയി വിളിച്ചെങ്കിലും വേടൻ തിരിച്ചു വരാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് പലപ്പോഴായി താൻ ഫോൺ ചെയ്തു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ വേടൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഇതാണ് റീസൺ. വേടൻ നൈസായിട്ട് ഒഴിവാക്കി. പെൺകുട്ടി പുറകെ നടന്നു, അപ്പോഴും ഒഴിവാക്കി. 2023 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവൻ കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുണ്ട്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് ഇവൻ വളരെ ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരുത്തനായിരുന്നു. അത്രയും ഒരാൾക്കാരുടെ പിന്തുണയോ അത്രയും ഒരു ഫേമസ് ഒന്നും ആയിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് വേടൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ ഒട്ടും ആയിരുന്നില്ല. എനിക്ക് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലായത്, അന്ന് അവൻ ഇവരെ ഒഴിവാക്കി പോയതിനു ശേഷം ഇവർക്ക് കുറെ മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായി, ഇവരെ ചതിച്ചു എന്ന് തോന്നി. അന്നേരം ഇവൻ ഇട്ടുള്ള ഒരു പണിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ബാക്കി കേൾക്കാം. വലിയ ഡിപ്രഷനിലേക്ക് തന്നെ കൊണ്ടുപോയി. താൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. അങ്ങനെ താൻ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അടുത്തയിടെ ഈ വേടന്റെ ഒരു ഇന്റർവ്യൂ കാണുകയും തന്റെ ആദ്യ പ്രണയത്തെ കുറിച്ചടക്കം വേടൻ ഇതിൽ വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തു. വേടൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് ആ ഒരു ഘട്ടത്തിലാണ്. തനിക്ക് വളരെ മാനസികമായ വലിയ ടെൻഷൻ ഉണ്ടാക്കി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൻ ഇത്തരത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതെന്നാണ് യുവതി ഈ മൊഴിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്തൊരു ഫസ്റ്റ് ലവിനെ പറ്റി പറയുന്ന കേട്ടപ്പോ ആ ഒരു ഘട്ടത്തിൽ വേടൻ ഇവരെ ചതിച്ചു എന്ന് മനസ്സിലായെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓൾറെഡി ഇവൻ എക്സ്പോസ്ഡ് ആണ്. ഇവൻ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ ഓൾറെഡി ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലായതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പല കാര്യവും അവൻ അക്സെപ്റ്റ് ചെയ്ത് മാപ്പും പറഞ്ഞതാണ്. അപ്പൊ അതിനെയൊക്കെ പറ്റി 1-2 കൊല്ലമായിട്ട് ഇവനുമായിട്ട് ബന്ധമുള്ള ഇവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കൺസെന്റോട് കൂടിയിട്ടുള്ള കലാപരിപാടിയാണ്. അല്ലാതെ അതിനെ വേറൊരു തരത്തില് പീഡനം ഒന്നും വിളിക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ചീറ്റ് ചെയ്തു. ടോക്സിക് ആണെന്നും പറഞ്ഞ് ഇവൻ ഒഴിവാക്കി പോയി. അത് കാരണം ഇവർ ഡിപ്രഷനിലായി. അതിന് ഇവനിട്ട് ഇപ്പോൾ ഒരു കേസ് കൊണ്ട് കൊടുത്തു. കൂടാതെ കുറച്ചു നാൾക്ക് മുമ്പ് ഈ വേടനും അവന്റെ കാമുകിയായിട്ട് നിൽക്കുന്ന ഒരു പിക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് വേടന്റെ കാമുകിയാണോ അല്ലയോ എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. അത് വേടന്റെ കാമുകി തന്നെയാണ്. സോ ഇതെല്ലാം അവിടെ കണ്ടപ്പം മേ ബി ഇവൻ ഇട്ടൊരെണ്ണം കൊടുക്കണം എന്ന് മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ വളച്ചൊടിച്ച് നിയമപരമായി ഇവനെ കൂട്ടുന്ന തരത്തിൽ വെൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി കൊടുത്ത ഒരു സാധനമാണ് ഈ ഒരു പരാതി. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ചീറ്റിംഗ് കേസായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് കോടതിയിൽ നിലനിൽക്കുമെന്ന് പോലും അറിയില്ല. അല്ലാതെ പരസ്പര കൺസെന്റോട് കൂടി ഇതിനകത്ത് ഏർപ്പെട്ടിട്ട് ഒരാൾ തേച്ചിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കളഞ്ഞിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോയി പീഡന കേസ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോ വേടനാണെങ്കിലും ഏത് കാടനാണെങ്കിലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതുപോലെ കുറെ ഫേക്ക് കേസുകൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. എനിക്കൊരൊറ്റ ചോദ്യം ആ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളൂ. ഇവനെതിരെ ഒരുപാട് പെൺകുട്ടികൾ മീറ്റുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി മുമ്പ് കേസുള്ളതാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവന്റെ കൂടെ എന്തിന് ഇവന് വഴങ്ങി കൊടുക്കാൻ നിന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എല്ലാം നടന്നതിന് ശേഷം ഏറ്റവും അവസാനം കടന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി മറുനാടൻ മലയാളിക്കകത്ത് ഈ വേടന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ന്യൂസ് പുള്ളിയുടെ ഒരു വെർഷൻ ഞാനൊന്ന് വെക്കാം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ വ്യാജമല്ല എന്ന് മാത്രം. ഈ പറയുന്ന വനിതാ ഡോക്ടറും വേടനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. പുള്ളി പറയുന്നത് ഈ ഒരു കേസ് വ്യാജമല്ല എന്നുള്ള തരത്തിലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ബാക്കി കേൾക്കാം. റിലേഷൻഷിപ്പ് തുടരുന്നു. ആ റിലേഷൻഷിപ്പിൽ തന്നെ വേടനെ സഹിക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. കാരണം ഇയാൾ ലൈംഗിക വൈകൃതത്തിന്റെ ഉടമയാണ്. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചു. റിലേഷൻഷിപ്പിലാണ്, വിവാഹം കഴിച്ചോളാം എന്ന് ഉറപ്പിലായിരുന്നു. പക്ഷെ ലൈംഗിക വൈകൃതം അതിന് കിടക്കുന്നു. സാധാരണ മനുഷ്യനെ പോലുള്ള സ്ട്രെയിറ്റ് അല്ല അയാളുടെ ലൈംഗിക താല്പര്യങ്ങൾ. അതുണ്ടാക്കിയ ശാരീരിക വേദന, അതുണ്ടാക്കിയ മാനസിക വേദന ഒരു വശത്ത്. അതിനിടയിൽ ഇയാൾ വിചിത്രമായ
ആവശ്യം ഉന്നയിക്കുന്നു. ഈ വനിതാ ഡോക്ടറുടെ ഒരു സുഹൃത്തുമായി ഇയാൾക്ക് ബന്ധം വേണം. ഇയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന വനിതാ ഡോക്ടറും അയാളുടെ സുഹൃത്തിനോടൊപ്പം ഒരു ബന്ധം വേണം. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ തെറ്റി, ഇവർ തമ്മിൽ ഭിന്നിച്ചു. എന്ന് മാത്രമല്ല, ഈ സമയത്താണ് ഇയാളുടെ ലൈംഗിക വൈകൃതം തന്നോട് മാത്രമല്ല പല സ്ത്രീകളോടുണ്ട് എന്ന് ഈ യുവതി തിരിച്ചറിയുന്നത്. അനേകം പേർ രംഗത്ത് വരുന്നു, അനേകം പേർ മീറ്റു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇവരൊക്കെ ഇയാളുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നു. അതങ്ങനെ ശരിയാവും മറുനാടാ. ഇവര് പരിചയപ്പെടുന്നതിന് മുൻപാണ് ഈ മീറ്റു ആരോപണങ്ങളും ഈ ലൈംഗിക വൈകൃതങ്ങളെ പറ്റിയും ആരോപിച്ച് പല കേസുകളും കുത്തിപ്പൊങ്ങി വരുന്നത്. ഇവർ പരിചയപ്പെട്ടതിന് ശേഷമല്ല. ആ പറഞ്ഞതിനകത്ത് എന്തോ ഒരു ഫോൾട്ട് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചത്. ബാക്കി കേൾക്കാം. ഇതിനുശേഷം യുവതി കടുത്ത മാനസിക വ്യഥയിലൂടെ കടന്നുപോയി. ദീർഘകാലം അവർ ചികിത്സയിലായിരുന്നു. മാനസികാരോഗ്യമൊക്കെ ഒരുവിധം തിരിച്ചു പിടിച്ചതിന് ശേഷമാണ് അവർ പരാതി രംഗത്ത് വന്നത്. മറുനാടന്റെ വെർഷനിൽ ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം ഇവർ മറ്റു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പോയതിനു ശേഷമാണ് ഇവർ തമ്മിൽ തെറ്റിപ്പോയതെന്നും അത് കഴിഞ്ഞ് ഡിപ്രഷനിൽ പോയി എന്നിട്ട് ഇപ്പോഴാണ് റിക്കവർ ആയത്, അതിനുശേഷമാണ് പരാതിയുമായിട്ട് വന്നത് എന്നാണ് FIR-നകത്ത് ഈ ഒരു വൈകൃതത്തെ പറ്റി പറയുന്നുണ്ട്. മരുന്നടിച്ചതിന് ശേഷം ഇവൻ ഒരു കൺട്രോളും ഇല്ലാതെ ഇവൻ ഇങ്ങനെ ഏർപ്പെടുമായിരുന്നുവെന്ന് FIR-നകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവർ തെറ്റാനുള്ള ഒരു റീസൺ അതാണെന്ന് FIR-നകത്ത് പറയുന്നില്ല. FIR-നകത്ത് ഇവർ തെറ്റിപ്പോകാനുള്ള റീസൺ പറയുന്നത് 2023 ജൂലൈ ഒക്കെ ആയ സമയത്ത് ഇവര് ടോക്സിക് ആണെന്ന് ഇവൻ പറഞ്ഞ് ഇവരെ ഒഴിവാക്കി പോകുന്നു എന്നുള്ള ഒരു തരത്തിലാണ് FIR-നകത്ത് പറയുന്നത്. പക്ഷെ മറുനാടന്റെ വെർഷൻ വേറൊന്നാണ്. പുള്ളി പറയുന്നതായിരിക്കും മേ ബി ശരി, പുള്ളി വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അറിയുന്നതാണ്, നമുക്കറിയില്ല. സോ ഇങ്ങനെ ഒരു വെർഷൻ വന്നതിന്റെ പേര് ഞാൻ എടുത്ത് വെച്ചെന്ന് മാത്രം. പുള്ളി പറയുന്ന ബാക്കിയും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ ഇവരോടൊപ്പം പരാതിപ്പെടാൻ തയ്യാറായി ഒന്നിലധികം സ്ത്രീകളും വന്നു. അവർക്ക് അവരുടെ അനുഭവം വിശദീകരിച്ചു. ഇവർ ഒരുമിച്ച് ചേർന്ന് പരാതി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് ഇത്രയും വൈകിയത്. എന്നാൽ അവസാന നിമിഷം ഈ കൂടെ വന്ന യുവതികളെ സെറ്റിൽ ചെയ്യിപ്പിച്ചു, അവരെ പിൻവലിപ്പിച്ചപ്പോൾ വേടന് പണത്തിനൊരു പഞ്ഞവുമില്ല. അത് സെറ്റിൽ ചെയ്യിപ്പിച്ചു. അവർ പരാതിപ്പെട്ടില്ല. എന്നാൽ പണം ആവശ്യമില്ലാത്ത, വ്യാജ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത ഈ വനിതാ ഡോക്ടർ പരാതിയുമായി മുമ്പോട്ട് പോയി. ഇവർ ഡോക്ടറാണ്, കുടുംബത്തിൽ സാമ്പത്തിക ശേഷിയുണ്ട്. വേടൻ വഴി ജീവിതത്തിലുണ്ടായ ദുരിതം, അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഈ വനിതാ ഡോക്ടർ ആഗ്രഹിക്കുന്നത്. അത് പണമല്ല, പ്രശസ്തിയല്ല, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാകാൻ എന്നത് ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് അവർ അല്പം വൈകിയാണെങ്കിലും പരാതിക്ക് രംഗത്തിറങ്ങി. ഇപ്പോൾ ആ പറഞ്ഞത് വേണമെങ്കിൽ ശരിയായിരിക്കും. ഇവരെ വേടൻ ചീറ്റ് ചെയ്ത് പോയതിനുള്ള പണി അങ്ങനെ പറയാം. വേടൻ കാരണം ഇവർ കടുത്ത മാനസിക ഡിപ്രഷനിൽ വന്നു, ജീവിതം വരെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ എത്തിക്കാണും. സോ അങ്ങനെ ഇവരെ എത്തിച്ച ഈ വേടനെ വെറുതെ വിടണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവരിട്ടുള്ള നല്ലൊരു പണിയാണ് ഇത്. മറുനാടൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് കേൾക്കാം ഗൈസ്. ഇത് പുറത്തു വന്ന ഉടൻ തന്നെ ഇത് അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചു. വളരെ രഹസ്യമായിരിക്കേണ്ട ഇരയുടെ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു പോലീസുകാർ തന്നെ. വാസ്തവത്തിൽ തൃക്കാക്കര പോലീസാണ് FIR ഇട്ടത്. FIR-ന്റെ വിശദാംശങ്ങൾ അപ്പോൾ തന്നെ ചോർത്തിക്കൊടുത്തു. ചാനലുകളെല്ലാം രാവിലെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുക. എന്തൊരു അന്യായമാണെന്ന് ആലോചിച്ച് നോക്കി. പെൺകുട്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവരുടെ വീട്ടിന് മുമ്പിൽ പോയി നിൽക്കുന്നു. മാത്രമല്ല അവർക്ക് കടുത്ത സമ്മർദ്ദം വരുന്നു. കാരണം ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളുടെ ഒരു ഐക്കണായി അവർ വേടനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ലഹരി കേസൊന്നും പ്രശ്നമില്ല, ഗുണം ചെയ്യത്തേ ഉള്ളൂ. പുലിപ്പല്ലി കേസും ഗുണം ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ പീഡന കേസ് അങ്ങനെയല്ല. അതുകൊണ്ട് ഇവരെല്ലാം ആ പെൺകുട്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പല ചാനലുകളും രാവിലെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു ഐക്കൺ നഷ്ടപ്പെടാതിരിക്കാനാണ്. സർക്കാർ മിക്കവാറും ഇങ്ങനെ ഒരു തൊട്ടിക്കളി കളിക്കാൻ സാധ്യതയുണ്ട്. കാര്യം വേടനെ പിടിച്ചങ്ങ് മേളി വെച്ച് വോട്ട് കുറെ മറിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. വേടൻ വിചാരിച്ചാൽ കുറെ യൂത്ത് പിള്ളേരുടെ വോട്ട് ഇഞ്ഞു മറിയും. അന്നേരം നല്ല രീതിയിൽ വേടനെ വെച്ച് അടുത്ത ഇലക്ഷനിൽ ഇവര് പെറുസ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനൊരു അടി വന്നേക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവന്മാര് ഇങ്ങനെയുള്ള തൊട്ടി പരിപാടികൾ കാണിച്ചില്ലെങ്കിലുള്ള അത്ഭുതം. ഈ കേസിന് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വേടൻ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലും കൂടെ ഈ ഒരു കേസിനകത്ത് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഈ ഒരു കേസ് സ്ട്രോങ് ആക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വെക്കാവേ. സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും GPay വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. 2021 ഡിസംബർ 8-ാം തീയതി തനിക്ക് പാർട്ടിറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് താൻ 10,000 രൂപ ഇട്ടുകൊടുക്കുന്നു. അതേ 2021 ഡിസംബർ 19-ന് വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് താൻ 5,000 രൂപ കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത്. മാത്രമല്ല 2021-23 കാലഘട്ടത്തിൽ ഏതാണ്ട് 16,000-ഓളം രൂപയാണ് താൻ ഇങ്ങനെ നൽകിയത്. മാത്രവുമല്ല അങ്ങനെ മൊത്തം 31,000 രൂപ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 8,356 രൂപയ്ക്ക് താൻ വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും, അതായത് വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ളാറ്റ്
ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വേടൻ പലപ്പോഴായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് പണവും കൈപ്പറ്റിയിട്ടുണ്ട്. ഈ 2021 കാലഘട്ടത്തിലൊന്നും ഇവൻ വലിയ ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരുത്തനായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ ശേഷമാണ് ഇവൻ അത്യാവശ്യം നല്ല പ്രോഗ്രാംസും ഫിനാൻഷ്യലി കുറച്ചും കൂടെ സൗണ്ടഡ് ആയി മാറിയത്. പിന്നെ ഈ അവസാനം ഈ പുലിപ്പല്ല് കേസും പച്ചല കേസും കൂടെ ആയപ്പോഴത്തേക്ക് ഇവന്റെ മാർക്കറ്റ് ഒരു 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടന്ന ഒരു വ്യക്തിയാണ് ഈ വേടൻ. അത് യാഥാർത്ഥ്യമാണ്. ആ സമയത്തായിരിക്കണം ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അതിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതും. അറിഞ്ഞിടത്തോളം ഈ പെൺകുട്ടി അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. ഇവൻ കുറച്ച് ഫെയിമിലോട്ടൊക്കെ വന്ന സമയത്ത്, കുറച്ച് കാശൊക്കെ അങ്ങോട്ട് ആയി തുടങ്ങിയ സമയത്ത് നൈസായിട്ട് ഇവളെ തേച്ച്. അതാണ് സംഭവം. എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? എത്ര പേര് വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എത്ര പേര് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു കേസിൽ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുന്ന കേസ് കെട്ടുകൾ തന്നെ ലോക ഉടായ്പ കേസ് കെട്ടുകളാണ്. ഇവൻ ഈ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചെന്ന് തന്നെ വിചാരിക്കുക. ആ സമയത്താണ് ഇവൻ ഭയങ്കരമായിട്ട് ഫെയിമിൽ എത്തുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവൻ ഒരുപാട് റിലേഷൻഷിപ്പ് വേറെ വരും, അല്ലെങ്കിൽ ഇവൻ വേറെ രീതിയിൽ പോകും. ആ സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ അവർ വേണമെങ്കിൽ സഫർ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലതാണ് ഇപ്പൊ അവനൊക്കെ തലേന്ന് പോയത്. അങ്ങനെ കരുതുക. അല്ലാതെ സ്വന്തം കൺസെന്റോട് കൂടി രണ്ടുപേരും ഈ ഒരു കലാപരിപാടിയിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.